നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 25-ാം തീയതി തിങ്കളാഴ്ച, ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ഓഗസ്റ്റ് മാസം 10-ാം തീയതി തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18, അസ്തമയം 6:42. രാഹുകാലം നിങ്ങൾക്കറിയാം, എല്ലാ തിങ്കളാഴ്ചയും രാഹുകാലം ആരംഭിക്കുന്നത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര ഒരു ശുഭനക്ഷത്രമാണോ? ആണ്. വിദ്യദാനം ചെയ്യാൻ, വിദ്യാരംഭത്തിന് ഏറ്റവും നല്ലതാണ്. ഇന്ന് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിദ്യാരംഭം കുറിക്കാം. പക്ഷേ ഇന്നത്തെ തിഥി കർത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്, അത്ര ശുഭമല്ല ദ്വാദശി തിഥി. പിന്നെ കർക്കിടക മാസവും നാം വിദ്യാരംഭത്തിനൊന്നും മുഹൂർത്തം കൊടുക്കാറില്ല. ഇന്ന് കാലത്ത് 8:15 വരെ ദ്വാദശിയും 8:15 കഴിഞ്ഞാൽ പിന്നെ ത്രയോദശി തിഥിയുമാണ്. ഇന്നത്തെ തിഥി കഴിഞ്ഞാൽ പിന്നെ ചതുർദശി, പിന്നെ സാക്ഷാൽ കർക്കിടക മാസത്തിൽ കറുത്ത വാവും സമാഗതമാവുകയാണ്. പിതൃക്കൾക്ക് ബലി കർമ്മങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ സായുജ്യ ക്രിയകൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിനമാകുന്നു കറുത്തപക്ഷത്തിലെ കറുത്ത വാവ് അമാവാസി. അപ്രകാരം തുലാമാസത്തിലെ അമാവാസിയും വളരെ വിശിഷ്ടമാണ്. അപ്രകാരം തന്നെ കുംഭമാസത്തിലെ അമാവാസിയും വളരെ വിശിഷ്ടമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:25 വരെ തിരുവാതിര നക്ഷത്രമാണ്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? നാഗക്ഷേത്രത്തിൽ അവിടെ സർപ്പവിലെ ആയില്യപൂജ, നൂറും പാലും, അല്ലെങ്കിൽ കേരളത്തിലെ വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് സർപ്പസംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങണം. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി എന്നാണ്. സന്താന ശ്രേയസിനും ആരോഗ്യത്തിനും സർപ്പപ്രീതി വളരെ വിശേഷപ്പെട്ടതാണെന്ന് അറിയണം. അതിനാൽ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. ഓം രാഹവി നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന. അല്ലെങ്കിൽ പലർക്കും അറിയാം, നവഗ്രഹത്തിൽ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിവർദ്ധനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം, അല്ലെങ്കിൽ കേതുവിൻ്റെ മന്ത്രം ഓം പലാശപുഷ്പ സങ്കാശം താരകാകാര മസ്തകൻ രൗദ്ര രൗദ്ര ഗുണോപേതം തം കേതും പ്രണമാമ്യഹം. രാഹുവിനെ പറ്റി മന്ത്രിക്കുമ്പോൾ കേതുവിനെ പറ്റി മന്ത്രിക്കുമ്പോൾ രാഹുവിനെയും മുൻനിർത്തി പ്രാർത്ഥിക്കണം. സർപ്പത്തിൻ്റെ ശിരസ്സാകുന്നു രാഹു, വാലാകുന്നു കേതു എന്നറിയുക. ഇന്ന് 12:25 കഴിഞ്ഞാൽ പിന്നെ പുണർദം നക്ഷത്രമാണ്. നക്ഷത്രമാണ് പുണർദം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് തിങ്കളാഴ്ച എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് 12:30 മുതൽ 1:15 വരെയുള്ള സമയം ശുഭ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. ഇവിടെ തിഥി വളരെ ദുർബലമാവുകയാണ്. പക്ഷേ പുണർദം നക്ഷത്രത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല. ശുഭകാര്യങ്ങൾക്കായി നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ്. അതിനാൽ ശ്രീരാമസ്വാമി സംഘത്തിൽ പോകാം. അവിടെ ഹനുമാനി അവൽ നിവേദ്യവും ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം തുളസിമാല വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.